സർക്കാർ ഒപ്പമുണ്ടാകുമെന്നാണ് തനിക്ക് ഉറപ്പുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ തങ്ങളെ കൈവിടില്ല എന്ന് ബിന്ദുവിന്റെ അമ്മ പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം അമ്മയുടെ വാക്കുകൾ ആദ്യം. ഇപ്പോൾ മരണപ്പെട്ട ബിന്ദുവിൻ്റെ അമ്മയും ഒപ്പം തന്നെ ഭർത്താവും നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ വന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാനും എൻ്റെ മകളും എൻ്റെ മരുമകനും എൻ്റെ മകളുടെ 2 കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബം. ഞങ്ങൾക്ക് കുടുംബമെന്ന് പറയാനൊന്നുമില്ല. താമസിക്കുന്ന കയറി കിടക്കുന്നെന്ന് മാത്രം. പണ്ടെങ്ങാണ്ട് പഞ്ചായത്തിൽ നിന്ന് 25,000 രൂപ തന്ന് സൃഷ്ടിച്ച് ഞങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട്ടിലാണ്. കിടക്കാനോ ഇരിക്കാനോ കക്കൂസ് പോകാനോ ഒന്നിനും ഞങ്ങൾക്ക് സൗകര്യമില്ല. അതിലൊക്കെ ഞങ്ങൾ ഒഴുങ്ങിക്കൂടുക. എൻ്റെ മകളുടെ സംരക്ഷണത്തിൽ ഞാനും എൻ്റെ സംരക്ഷണത്തിൽ അവളും ജീവിച്ചുകൊണ്ടിരുന്നതാ. എൻ്റെ മകൾ എന്നെ വിട്ടുപോയപ്പോൾ ഈ സംരക്ഷണമൊന്നും ഏറ്റെടുക്കാൻ എനിക്ക് എൻ്റെ മരുമകന് സുഖവുമില്ല. ഞങ്ങൾക്ക് അതിന് വലിയ ത്രാണിയൊന്നുമില്ല. അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സഹായം എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞങ്ങൾ 2 കൈയും കൂപ്പി സ്വീകരിച്ചോളാം. സർക്കാരിൽ വിശ്വാസമുണ്ടോ അമ്മയ്ക്ക്? സർക്കാർ വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന സർക്കാരാ. എനിക്ക് വിശ്വാസമുണ്ട്. അവരെന്തെങ്കിലും തരും എനിക്ക്. എൻ്റെ സൗജന്യമതയും എല്ലാത്തിൻ്റെ ആളായ എൻ്റെ മകളും പോയപ്പോൾ അവർ വല്ലതും തരാതിരിക്കുമോ? തരാതിരിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് നടക്കണത്? മന്ത്രിമാരൊക്കെ വിളിച്ചോ? എന്തു പറഞ്ഞു? മന്ത്രിമാരൊക്കെ വിളിച്ച് പറഞ്ഞു. വന്നവരൊക്കെ നല്ല നല്ല വാഗ്ദാനങ്ങൾ തന്നിട്ടാണ് പോയത്. അമ്മച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അമ്മച്ചിക്ക് എന്താ സഹായം ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടെങ്കിലും അതെല്ലാം തന്നിരിക്കും. 3.5 തരം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ചേട്ടാ, ഈ സർക്കാരിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വാസമുണ്ടോ? എന്താണ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ? നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സർക്കാരിനോട് ബന്ധപ്പെട്ട് 100% വിശ്വസിച്ച് പോവുക. അതുണ്ടാവും. എനിക്കത് മറിച്ച് ചിന്തയൊന്നുമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുക. ഒരാൾ പറയുമ്പം നമ്മൾ ആരായാലും അങ്ങനെ വിശ്വസിക്കുക. തരുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ചാനലൊക്കെ പറഞ്ഞിട്ടുള്ള അതെനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഇപ്പം മന്ത്രി തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ കൂടെയുണ്ട്. ആ കൂടെയുണ്ട് തന്നെ ഞാനും പറയുന്നത്. എൻ്റെ കൂട്ടത്തേക്ക് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കാൻ ഈ ഒരു ഗവൺമെൻറ് ഞങ്ങൾ അതിനകത്ത് കടപ്പെട്ടിരിക്കുക. അതെ.